പക്കവട ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും ആയിരിക്കും, നല്ല ക്രിസ്പിയും ആയിരിക്കും. ആ ക്രിസ്പിനെസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ കഴിക്കുന്ന സൗണ്ട് ഒന്ന് കേട്ട് നോക്കി. അപ്പോൾ ടിപ്സ് ഒന്നും മിസ് ചെയ്യാതെ വീഡിയോ മുഴുവനായും തന്നെ കാണണേ. എല്ലാവർക്കും വെൽക്കം ടു സൈനൂസ് വ്ലോഗ്. ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും പത്തിരി അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പുട്ടിന്റെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇതിനകത്ത് തരി ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവ് ആവശ്യമുള്ളവർക്ക് നല്ല സാധാരണ മുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ പക്കവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലാവരുത്, കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പക്കവട കയ്പ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ച് പഞ്ചസാര. അത് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അല്പം പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു പച്ചമുളക്, അല്പം കറിവേപ്പില, ഒരു 8-10 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്, കാരണം നമുക്കിത് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പക്കവട ഉണ്ടാക്കാൻ വേണ്ടി കുഴയ്ക്കുന്ന മാവിൽ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ അച്ചിലൂടെ പുറത്തേക്ക് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത്. ഒരു തരിയും ഇല്ലാതെ വേണം നമ്മൾ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കായവും പഞ്ചസാരയും കഴിഞ്ഞാൽ പക്കാവടയ്ക്ക് ടേസ്റ്റ് കൊടുക്കാനുള്ള ബാക്കി 5 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ജ്യൂസ് ആക്കി എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയുമാണ്. ഇനി നമ്മൾ ഈ ജ്യൂസ് കൊണ്ട് നമുക്ക് ഈ പൊടികൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, കാരണം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ. അപ്പം നല്ല കുറച്ച് കട്ടിയിൽ എടുത്താൽ മതി. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല കുറച്ച് കട്ടിയിൽ എടുത്താൽ മതി. ഇനി ഞാൻ അച്ചിലേക്ക് അല്പം എണ്ണ പുരട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് വറക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4 കിഴുത്തകളുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. ഒറ്റ ലൈനുള്ള അച്ചും ഉണ്ട്, പക്ഷെ അത് ഒത്തിരി നേരം എടുക്കും നമ്മൾ ഉണ്ടാക്കി തീരാനായിട്ട്. എണ്ണ ചൂടായതിനു ശേഷം തീ ഒന്ന് മീഡിയം ടു ഹൈ ലെവലിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ മാവ് പിഴിഞ്ഞു കൊടുക്കാം. ഇതിനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് മാവ് പിഴിഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത്. മാവ് എണ്ണയിലേക്ക് ഇട്ട് കുറച്ചു നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കൊമ്പളകളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്പൂണോ തവിയോ വല്ലതും അതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കട്ട കെട്ടി പോകും, കാരണം ഭയങ്കര നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ അത്. ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ മറിച്ചിടാം. ഇത് ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു കിടക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനെ 1-2 തവണ തിരിച്ച് മറിച്ചിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ പക്കവട മുഴുവനും വറുത്ത് കോരിയതിന് ശേഷം ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നതിനെ എല്ലാം നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പക്കവട ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കറിവേപ്പില ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് പൂത്തിരി പോലെ പൊട്ടിത്തെറിച്ച് 4 പാടും ഒന്ന് ചെതറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തതിന് ശേഷം കോരിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറുമുറ ക്രിസ്പി പക്കാവട റെഡി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്കാവടയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള 7 ഇൻഗ്രീഡിയൻസ് മറന്നു പോകണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.